ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്, നമ്മളെല്ലാവരും പലപ്പോഴും നമ്മുടെ ഫ്രണ്ട്സിനാണെങ്കിലും റിലേറ്റീവ്സ് ആണെങ്കിലും ഒക്കെ നമ്മൾ വാട്സപ്പ് വഴി മെസ്സേജുകൾ അയക്കാറുണ്ട്, വീഡിയോസ് ഷെയർ ചെയ്യാറുണ്ട്, ഫോട്ടോസ് ഷെയർ ചെയ്ത് കൊടുക്കാറുണ്ട്. എന്നാൽ നിങ്ങൾക്കൊരു മൊബൈൽ നമ്പർ ഒന്നും ഇല്ലാതെ തന്നെ നിങ്ങളുടെ അടുത്ത് ഒരു ഇമെയിൽ ഐ ഡി ഉണ്ട് എന്നുണ്ടെങ്കിൽ ആ ഒരു ഇമെയിൽ ഐ ഡി വെച്ച് തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും നിങ്ങളുടെ ഫാമിലി റിലേറ്റീവ്സിനും എല്ലാവർക്കും നിങ്ങൾക്ക് ഫോട്ടോസും വീഡിയോസും വോയിസും ടെക്സ്റ്റ് മെസ്സേജും എല്ലാം അയക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഗൂഗിളിന്റെ ചാറ്റ്സ് എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ ലോഞ്ച് ആയിട്ടുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് ജസ്റ്റ് ഒരു ഡിസ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയാണ് തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോയിൽ വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിൽ കയറി കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഗൂഗിൾ ചാറ്റ് എന്ന് സെർച്ച് ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ കാണാൻ സാധിക്കുന്നതായിരിക്കും. അത് നിങ്ങൾക്ക് അവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്തിട്ട് യൂസ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. വേണമെന്നുണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ഈ ഒരു ആപ്ലിക്കേഷന്റെ ലിങ്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്തെടുക്കാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോസ് കാണുന്നത് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ, വീഡിയോക്ക് ഒന്ന് ലൈക്ക് ചെയ്തോളൂ. ഓക്കെ, പിന്നെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ താഴെ നമ്മുടെ ഇൻസ്റ്റാ ഐ ഡി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ദെൻ നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ കമന്റ് ആയിട്ട് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ റിപ്ലൈ തരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഗൂഗിൾ ചാറ്റിന്റെ ആപ്ലിക്കേഷൻ ഇവിടെ ജസ്റ്റ് ഇൻസ്റ്റാൾ ചെയ്തെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇവിടെ ഓപ്പൺ എന്ന് പറഞ്ഞ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. ഇതാ നമ്മുടെ ആപ്ലിക്കേഷൻ ഇവിടെ ഓപ്പൺ ആയിട്ട് വരുന്നുണ്ട്. പെർമിഷൻസും കാര്യങ്ങളൊക്കെ ഒന്ന് അലോ ചെയ്ത് കൊടുക്കുക. ദെൻ ഇതുപോലെ ഒരു ഇന്റർഫേസ് ആയിരിക്കും നമുക്ക് വരുന്നത്. ഓക്കെ, ദെൻ നമ്മൾക്ക് ഇവിടെ ഏറ്റവും താഴത്താണ് നമ്മുടെ ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ കിടക്കുന്നത്. അതായത് ഹോം എന്ന് പറയുന്ന ഒരു സെക്ഷനാണ് ഫസ്റ്റത്തത്. മറ്റുള്ളത് ചാറ്റിന്റെ റിക്വസ്റ്റുകൾ വന്നിട്ടുള്ള, അതായത് നമ്മുടെ ചാറ്റിന്റെ ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റുന്നതാണ് രണ്ടാമത്തെ ഓപ്ഷൻ. ഓക്കെ, അപ്പൊ നമ്മുടെ ഓപ്ഷൻസുകളെല്ലാം രണ്ടാമത്തതിലാണ് കേട്ടോ. ഓക്കെ, അപ്പൊ ആദ്യം എങ്ങനെയാണ് ഇതിൽ ചാറ്റ് ചെയ്യണത്, എങ്ങനെയാണ് ഒരാളുടെ ഐ ഡി എങ്ങനെ സെലക്ട് ചെയ്യണത്, എങ്ങനെ മറ്റുള്ളവരിലേക്ക് നമ്മളെ സുഹൃത്തുക്കളിലേക്കും നമ്മുടെ ഫാമിലി റിലേറ്റീവ്സിലൊക്കെ എങ്ങനെയാണ് നമ്മൾ ഈ ഒരു മെസ്സേജ് അയക്കുക എന്നുള്ളതാണ്. അപ്പൊ ആദ്യമായിട്ട് ശ്രദ്ധിക്കേണ്ടത് അവരുടെ മൊബൈലിലും ഗൂഗിൾ ചാറ്റ് എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ഉണ്ടായിരിക്കണം, അവരും ഇതിൽ ലോഗിൻ ആയിരിക്കണം. ഓക്കെ, ഇത് നിങ്ങൾക്ക് താഴത്ത് കാണുന്ന ഒരു പ്ലസ് ബട്ടൺ ഉണ്ടല്ലോ, അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു പേജ് ആയിരിക്കും നിങ്ങൾക്ക് വരുന്നത്. ഇവിടെ നിങ്ങൾ അവരുടെ ഇമെയിൽ ഐ ഡി നിങ്ങൾ ഇവിടെ സെർച്ച് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇപ്പൊ ഞാനിപ്പം എൻ്റെ തന്നെ മറ്റൊരു ഇമെയിൽ ഐ ഡി ഞാൻ ഇവിടെ സെർച്ച് ചെയ്യുന്നുണ്ട്. സെർച്ച് ചെയ്ത സമയത്ത് ഇനി നിങ്ങൾക്ക് മറ്റേതെങ്കിലും വ്യക്തികളെ ആഡ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ചാറ്റ് ഹിസ്റ്ററിയിലേക്ക് ആഡ് ചെയ്യണമെങ്കിൽ അവരുടെ ഇമെയിൽ ഐ ഡി നിങ്ങൾ ഇവിടെ കൊടുക്കാവുന്നതാണ്. അങ്ങനെ എത്ര വ്യക്തികളുടെയും നിങ്ങൾക്ക് ഇവിടെ ആയിട്ട് ആഡ് ചെയ്തെടുക്കാൻ സാധിക്കുന്നതായിരിക്കും. ഇപ്പൊ ഞാൻ എൻ്റെത് മാത്രം കൊടുക്കുന്നുള്ളൂ. ഡൺ എന്ന് പറയുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്തു. ഇപ്പൊ നിങ്ങൾക്ക് തന്നെ ഇവിടെ തന്നെ കാണാൻ സാധിക്കുന്നതായിരിക്കും നമ്മുടെ ഹിസ്റ്ററി ഇപ്പോൾ ഓൺ ആയിട്ട് കിടക്കുന്നുണ്ട് കേട്ടോ. അത് നമുക്ക് ഓഫ് ചെയ്യാനൊക്കെ പറ്റും. ഇപ്പൊ ഞാൻ ഹലോ എന്ന് പറഞ്ഞുള്ള ഒരു മെസ്സേജ് ഞാൻ എൻ്റെ ഇപ്പൊ സുഹൃത്താണെന്ന് കൂട്ടിക്കോളും, ഞാൻ എൻ്റെ തന്നെ ആണ് മറ്റൊരു ഡുവൽ ചെയ്തതാണ് ആപ്ലിക്കേഷൻ. അപ്പോൾ ഞാനിപ്പോൾ അതിലേക്ക് ഒരു ഹലോ എന്ന് അയച്ചിട്ടുണ്ട്. ഓക്കെ, ദെൻ ഞാൻ എൻ്റെ ഡുവലായിട്ടുള്ള എൻ്റെ ഈ ഒരു ആപ്ലിക്കേഷൻ ഞാൻ ഓപ്പൺ ചെയ്യുന്നു. അപ്പം ആ ഒരു മെസ്സേജ് ഇവിടെ വന്നതെന്ന് വെച്ചാൽ രണ്ടാമത്തെ സെക്ഷനിലോട്ട് വരിക. ഓക്കെ, അപ്പം നമ്മൾ അയച്ച മെസ്സേജ് നമ്മളെ ഫ്രണ്ട്സ് അപ്രൂവ് ചെയ്യണം, ആക്സെപ്റ്റ് ചെയ്യണം. അപ്പം അതിനായിട്ട് ചാറ്റ് റിക്വസ്റ്റിൽ വന്ന് കിടക്കുന്നുണ്ട്. ദെൻ നിങ്ങൾക്ക് അവരുടെ ഇമെയിൽ ഐ ഡിയും കാര്യങ്ങളൊക്കെ, ആരാണോ മെസ്സേജ് അയച്ചിട്ടുള്ളത് അവരുടെ ഇമെയിൽ ഐ ഡിയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ദെൻ നിങ്ങൾക്ക് ആ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ആക്സെപ്റ്റ് എന്ന് പറയുന്ന നിങ്ങൾക്ക് താഴത്ത് കാണാൻ പറ്റും. ആ ഒരു ആക്സെപ്റ്റ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവരുമായിട്ട് ചാറ്റിങ്ങും അതുപോലെ തന്നെ ഫോട്ടോസും വീഡിയോസും വോയിസും ഒക്കെ ഷെയർ ചെയ്യാൻ സാധിക്കുള്ളൂ. ഓക്കെ, അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക. ഇപ്പം ഇതുപോലെ ഇപ്പം ഞാൻ ആക്സെപ്റ്റ് ചെയ്തു. ദെൻ ഞാൻ ഇതിൽ നിന്ന് എൻ്റെ മെയിൻ ആയിട്ടുള്ള ആ ഒരു ആപ്ലിക്കേഷനിലേക്ക് ഞാൻ ഇവിടെ നിന്ന് മെസ്സേജ് അയക്കുന്നു. ഞാൻ ചാറ്റിൻ്റെ ആപ്ലിക്കേഷൻ എടുത്ത് നോക്കുന്ന സമയത്ത് ഇവിടെ അതുപോലെ തന്നെ ആ ഒരു മെസ്സേജ് ഇവിടെ ഇൻസ്റ്റൻ്റ് വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പം നമുക്ക് ഒരു മൊബൈൽ നമ്പർ ഇല്ലാതെ തന്നെ തീർച്ചയായിട്ടും ഒരു ഇമെയിൽ ഐ ഡി ഉപയോഗിച്ചാണ് ഞാനിപ്പം ഈ ഒരു മെസ്സേജും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ഒരു വാട്സപ്പിന്റെ അതേ ഒരു ഫീലിംഗ്. ഓക്കെ, അപ്പൊ നമുക്ക് ഇതുപോലെ ഞാനിപ്പം ഹവറിയോ എന്ന് പറഞ്ഞിട്ടുള്ള അടുത്തൊരു മെസ്സേജ് അയച്ചു. എനിക്ക് ഒരു ഫോട്ടോസ് അയക്കണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ വാട്സപ്പിൽ എങ്ങനെയാണോ ഫോട്ടോസ് ഷെയർ ചെയ്യാറുള്ളത് അതുപോലെ തന്നെയാണ്. ഇപ്പം ഞാനിപ്പം ഇതിൽ നിന്ന് ഒരു ഫോട്ടോ ഇവിടെ നിന്ന് സെലക്ട് ചെയ്യുന്നുണ്ട്. നമ്മൾ ഈ സെലക്ട് ചെയ്ത് അയക്കുന്ന സമയത്ത് പോലും അതിന്റെ റിസീവ് ആവുന്ന ആളിലേക്ക് ഒരു ക്വാളിറ്റി നഷ്ടപ്പെടാത്ത രീതിയിൽ തന്നെ നല്ല വൃത്തിയിൽ തന്നെ ലഭിക്കുന്നുണ്ട് എന്നാണ് ഇതിന്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഞാൻ എൻ്റെ മെയിൻ ആപ്ലിക്കേഷൻ എടുത്ത് നോക്കിയ സമയത്ത് ഇതുപോലെ ആ ഒരു മെസ്സേജ് ഇവിടെ വന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് ഈ വോയിസ് ആണെങ്കിലും ടെക്സ്റ്റ് ആണെങ്കിലും ഇമോജീസ് ആണെന്നുണ്ടെങ്കിലും വീഡിയോസ് ആണെങ്കിലും നിങ്ങൾക്ക് ഇതുപോലെ തന്നെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് അവരിലേക്ക് ഷെയർ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും ഈ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിച്ചിട്ട്. ഓക്കെ, ഞാനിപ്പോൾ എൻ്റെ വോയിസ് ഇവിടെ ആഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ,
ദെൻ ആ ഒരു വോയിസ് ഇൻസ്റ്റാൾ ചെയ്യും. മാത്രമല്ല നമ്മൾ ഈ ഇതിൽ അയക്കുന്ന വോയിസിന്റെ ഫസ്റ്റ്ലി, അതായത് ഏറ്റവും തുടക്ക ഭാഗം ഒരു ടെക്സ്റ്റ് ആയിട്ട് വരുന്നതായിരിക്കും. ഓക്കെ, ഇപ്പൊ നിങ്ങൾ കൂടി കാണാൻ പറ്റും. അപ്പൊ ഞാനിപ്പം അയച്ച മെസ്സേജിന്റെ ഏറ്റവും ടെക്സ്റ്റിലെ ഫ്രണ്ട് ഭാഗമാണ് ഹായ് ഫ്രണ്ട്സ് എന്ന് പറയുന്ന ഒരു ഓപ്ഷനിലാണ്. ഓക്കെ, അപ്പം ഇതുപോലെ ഈ ഒരു ഫീച്ചറും കൂടി ഈ ഒരു ആപ്ലിക്കേഷൻ വഴി നമുക്ക് ലഭിക്കുന്നുണ്ട്. ഓക്കെ, ഇനി മുകളിൽ നിങ്ങൾക്ക് നോക്കുകയാണെങ്കിൽ തന്നെ നിങ്ങൾക്ക് വീഡിയോ കോൾ ചെയ്യാനും സാധാ ഓഡിയോ കോൾ ചെയ്യാനും വോയിസ് കോൾ ചെയ്യാനുള്ള ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ ഇതിലുണ്ട്. ഓക്കെ, അതിൽ തന്നെ നിങ്ങൾക്ക് ഈ ഹിസ്റ്ററി ഓഫ് ചെയ്യണമെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് ഈ ഓഫ് ചെയ്തെടുക്കാൻ സാധിക്കുന്നതായിരിക്കും. ഓക്കെ, എന്തായാലും എനിക്ക് തോന്നിയിട്ട് നല്ലൊരു ബെറ്റർ ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണ്. മൊബൈൽ നമ്പറൊന്നും ഇല്ലാതെ തന്നെ അൺലിമിറ്റഡ് ആയിട്ട് നമ്മുടെ സുഹൃത്തുക്കൾക്കൊക്കെ മെസ്സേജ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ആപ്ലിക്കേഷനാണ്. അവരുടെ മൊബൈലും ഇത് ഇൻസ്റ്റാൾ ചെയ്തിരിക്കണം എന്നുള്ളത് മാത്രമാണ് നമ്മൾ ചെയ്യേണ്ടത്. സോ ഓക്കെ, അപ്പം ഇതുപോലെ തുടർന്നും നല്ല നല്ല യൂസ്ഫുൾ ആകുന്ന ഇൻഫർമേറ്റീവ് വീഡിയോസിന് വേണ്ടി തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ, വീഡിയോക്ക് ഒന്ന് ലൈക്ക് ചെയ്തോളൂ. സോ നമുക്ക് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.